കേരളത്തിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അറിയണമെങ്കിൽ ദേശീയ മാധ്യമങ്ങളെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങളെ ആശ്രയിക്കണമെന്നൊരു സ്ഥിതി സംജാതമായിട്ട് കാലം കുറച്ചായി. ഇപ്പോൾ ഏറ്റവും പുതിയതായി AI ക്യാമറയുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വാർത്തയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്നത്. എന്നാൽ ദി ഹിന്ദുവിനെ പോലെയുള്ള ദേശീയ ദിനപത്രങ്ങൾ അവരുടെ പത്രങ്ങളിൽ അതീവ പ്രാധാന്യത്തോടെ ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ദി ഹിന്ദു ദിനപത്രത്തിന്റെ ഇന്നത്തെ, അതായത് 2025 ജനുവരി 6-ാം തീയതിത്തെ പത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ശ്രദ്ധിക്കുക. ക്യാമറ എഫക്ട്, ഡെത്ത്സ് ഇൻ റോഡ് ആക്സിഡന്റ്സ് ഡിപ്പ് ബൈ 10%. അതായത് AI ക്യാമറയുടെ എഫക്റ്റ് ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്ത് വാഹന അപകട മരണങ്ങളിൽ 10% കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്ന ആശ്വാസകരമായ വാർത്തയാണ് ദി ഹിന്ദു ഈ വാർത്തയിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്, ഹിന്ദു ഇതിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉൾപ്പെടെ നൽകിയാണ് കഴിഞ്ഞ വർഷങ്ങളും ഈ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംസ്ഥാനത്തെ റോഡ് അപകട മരണങ്ങൾ 10% കുറഞ്ഞതിന്റെ കണക്ക് വിശദീകരിക്കുന്നത്. 2022-ൽ 4317 റോഡ് അപകട മരണങ്ങൾ സംസ്ഥാനത്തുണ്ടായി. എന്നാൽ 2023-ൽ അത് 4080 കുറഞ്ഞു. 2023-ലാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാർ AI ക്യാമറ പദ്ധതി എന്ന ഏറെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും പഴികേട്ട പദ്ധതി നടപ്പിലാക്കുന്നത്. അത് നടപ്പിലാക്കിയതിനു ശേഷം 2024 എത്തുമ്പോൾ റോഡ് അപകട മരണങ്ങൾ 3714 കുറയുന്നത്, അതായത് 10% കുറയുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. കോവിഡ് കാലഘട്ടങ്ങളിൽ ഇതിനേക്കാളും കുറവായിരുന്നു റോഡ് അപകട മരണങ്ങൾ എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അന്ന് റോഡിൽ വാഹനങ്ങളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞിരുന്നു. ഉദാഹരണമായി പറയാൻ കഴിയുന്നത് 2020-ൽ വെറും 2979 റോഡ് അപകട മരണങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തുണ്ടായത്. 2021-ൽ കോവിഡിന്റെ ലോക്ക്ഡൌൺ അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ആ വർഷത്തിലും 3429 റോഡ് അപകട മരണങ്ങളെ ഉണ്ടായുള്ളൂ. എന്നാൽ 2022-ൽ 4317 റോഡ് അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് അത് 3714 എന്ന കുറഞ്ഞ സംഖ്യയിലേക്ക് എത്തിക്കാൻ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിനും സംസ്ഥാന സർക്കാരിനും സാധിച്ചിരിക്കുന്നത്. ഇത് AI ക്യാമറ എന്ന പദ്ധതിയുടെ വിജയത്തെ കൂടി സൂചിപ്പിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, AI ക്യാമറ പദ്ധതി 2023-ൽ ഇടതുപക്ഷ സർക്കാർ അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ കൊണ്ട് തങ്ങളുടെ പത്രങ്ങളും മാധ്യമമുറികളും നിറയ്ക്കുന്ന തിരക്കിലായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ. പ്രതിപക്ഷമാകട്ടെ VD സതീശന്റെയൊക്കെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണവും ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ പിന്നീട് VD സതീശന്റെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി അടക്കം തള്ളുന്നതും നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ AI ക്യാമറ ഒരു വിജയമാണ് എന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ദിനപത്രങ്ങളിൽ ഒന്നായ ദി ഹിന്ദു തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ക്യാമറ എഫക്റ്റ് എന്നാണ് അവർ ഇതിനെ തലക്കെട്ട് തന്നെ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുൻപും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളം ഒരു പട്ടികയിൽ ഒന്നാമതെത്തിയിരുന്നു. അത് ദേശീയ മാധ്യമങ്ങളായ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തെങ്കിലും കേരളത്തിലെ ഒരൊറ്റ മാധ്യമം പോലും ആ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്കിൽ കേരളം ഒന്നാമതെത്തിയ വാർത്ത ഒരു തരത്തിലും റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിരുന്നില്ല. അത് വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ച് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടായി, UDISC+ റിപ്പോർട്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ റിപ്പോർട്ടിന്റെ ആദ്യ പേജാണ്. ആ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം, രാജ്യത്ത് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 37 ലക്ഷം വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നുവെന്നും, എന്നാൽ കേരളം പോലൊരു സംസ്ഥാനത്ത് മാത്രമാണ് പ്രാഥമിക സ്കൂൾ തലങ്ങളിൽ 0% എത്തിക്കാൻ സാധിച്ചതെന്നുമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് രാജ്യത്ത് തന്നെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമായി കേരളം എത്തിയിരിക്കുന്നു എന്ന ആശ്വാസകരമായ,
ഏത് മലയാളിക്കും സന്തോഷം പകരുന്ന വാർത്തയായിരുന്നു ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെ കേരള ടോപ്സ് ദ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ആ വാർത്ത കണ്ടില്ല. ഇതാദ്യമായല്ല കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ, ഭരണ നേട്ടങ്ങളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നത്. മുൻപ് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ വർഷം ഒന്നാമതെത്തിയപ്പോഴും ഇതേ രീതിയിൽ ആ വാർത്തയെ മറച്ചു പിടിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രണ്ട് വാർത്തകളും എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏറെ പഴികേട്ട സംസ്ഥാന സർക്കാരിൻ്റെ AI ക്യാമറ പദ്ധതി ആയിരക്കണക്കിന് ജീവനുകളാണ് സംസ്ഥാനത്തെ റോഡുകളിൽ രക്ഷിച്ചത് എന്ന് തെളിയിക്കുന്ന കണക്കാണ് ഇപ്പോൾ ദി ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.